എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഗീതമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ കാറ് നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഇരുന്ന് കഴിക്കുകയാണ്. ഇഡലിയും ദോശയും സാമ്പാറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല ആഹാരമാണെങ്കിൽ വെളിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ എവിടെ പോയാലും ഒന്നെങ്കിൽ ഇഡലി അല്ലെങ്കിൽ ദോശ പിന്നെ സാമ്പാർ എന്തായാലും കാണും നമ്മുടെ കയ്യിൽ. എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഇത് കണക്ക് വീട്ടിൽ നിന്ന് ദോശ ഇഡലി സാമ്പാറൊക്കെ കൊണ്ടുപോകണം നിങ്ങൾക്ക് ഇഷ്ടമാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുനിന്ന് ഒരു 2 പരിപ്പുവടയും കൂടെ വാങ്ങിച്ച്. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞാൻ ഉച്ചത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഉച്ചയ്ക്കൊരു സ്പെഷ്യൽ ആളുടെ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങി കഴിക്കാൻ പോകുന്നത്. ഷാനൻ ആൻറ്റിയുടെ എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരെണ്ണം വാങ്ങി കഴിക്കാൻ പോവാണ് ഞാൻ. അങ്ങനെ നമ്മൾ ആൻ്റെ അടുത്ത് രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു എൻ്റെ ചോറ്റുപാത്രത്തിൽ 2 എണ്ണം വേണമെന്ന്. അപ്പം ആൻറ്റി പറഞ്ഞ് ഐ ഫ്രൂട്ടിലോട്ട് വരാം. അങ്ങനെ നമ്മൾ ഐ ഫ്രൂട്ടിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ ഒത്തിരി വെറൈറ്റിയിലുള്ള അച്ചാറുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ആൻറ്റി തയ്യാറാക്കുന്നതാണ്. കുറേ നാളും കൊണ്ട് എനിക്കുള്ളൊരു കൊതിയായിരുന്നു എനിക്ക് എൻ്റെ ചോറ്റുപാത്രം വാങ്ങിയത് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഇപ്രാവശ്യം എനിക്ക് അതിനുള്ളൊരു ഇത് കിട്ടിയിരിക്കുകയാണ്. പേപ്പർ കണ്ടെയ്നറിലുള്ളതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്ന 2 എണ്ണം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 65 രൂപയാണ്. പിന്നെ അല്ലാതെ സ്റ്റീൽ പാത്രത്തിലും ഇത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഷാനില ആൻറ്റി ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ ആൻറ്റി അടുത്തിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ വെയിൽ കൊണ്ട് പൊരിഞ്ഞൊരു പരുവായി ഇരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം നമ്മളിവിടെ ഇരുന്നില്ല. കാരണം ഗീതമ്മ അപ്പച്ചനും ഹോസ്പിറ്റലിൽ കയറിയതിന് ശേഷം വെളിയിറങ്ങി നിൽക്കുകയായിരുന്നു. ഒന്നാമത് നല്ല വെയിലല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ സാധനം വാങ്ങിയിട്ട് വേഗം പോകണം അങ്ങോട്ട്. അങ്ങനെ കണ്ട ചോറ്റുപാത്രത്തിൻ്റെ വിലയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വിളിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. അങ്ങനെ കണ്ട് അവസാനം നമ്മൾ ആൻറ്റി നമുക്ക് 2 ചോറ്റുപാത്രം തന്നിരിക്കുകയാണ്. പിന്നെ എനിക്ക് 2 ചോക്ലേറ്റ്സും തന്നു. അങ്ങനെ നമ്മൾ ചാറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ ഇത് നേരെ ഇതാ മെഡിക്കൽ കോളേജ്. കൂട്ടുകാരെ ഗീതം എപ്പോഴും എനിക്ക് വേണ്ടി പാടുന്ന പാട്ടാണ് ഇപ്പോൾ കേട്ടത്. അങ്ങനെ ചോറ്റുപാത്രം കൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എങ്ങ് നിർത്തിയുള്ള കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കാരണം ഒടുക്കാത്ത ചൂടായതുകൊണ്ട് എങ്ങ് നിർത്താനുള്ള ഇതൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ നേരെ വീട്ടിൽ വന്നിരുന്ന് കഴിക്കാൻ പോവുകയാണ്. എന്നെപ്പോലെ നല്ല മനക്കെട്ടിയുള്ളവർക്ക് ഇത് കണക്ക് വീട്ടിൽ വന്നിരുന്ന് കഴിക്കാൻ പറ്റൂ. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ചോറ്റുപാത്രം നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. തീയലുണ്ട്, വാഴക്കൂമ്പ് തോരനുണ്ട്, മുട്ട പൊരിച്ചുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ പപ്പായ ഒഴുക്കുവരട്ടിയുണ്ട്. വാഴക്കൂമ്പല്ല വാഴപ്പിണ്ടിയാണ്. ആൻറ്റി ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും തന്നെ നാടനുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പം ആദ്യം നമുക്ക് ഈ കറികളെല്ലാം പാത്രത്തിലോട്ട് മാറ്റാം. എങ്കിലേ നമുക്ക് ചോറ് കഴിക്കാൻ കുഴയ്ക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ കിട്ടും. അവിടെ